PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ തുടർന്ന് ഇന്നത്തെ യോഗ തീരുമാനത്തിൽ ഓഗസ്റ്റ് 1 പരീക്ഷകളും മാറ്റും എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് എന്തായാലും മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഓഗസ്റ്റ് 1 എന്തുകൊണ്ടാണ് മാറ്റുന്നതെന്ന് നമുക്കറിയാമല്ലോ. 2 ഘട്ടമായിട്ട് നടക്കുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫസ്റ്റ് ഫേസിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റ് 1 എക്സാമും മിക്കവാറും മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അറിഞ്ഞത്. പിന്നെ രണ്ടാം ഘട്ടം മാറ്റിയ ആ എക്സാം സെപ്റ്റംബറിലേക്ക് നടത്താനും ചാൻസ് ഉണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് പഠിക്കാനായിട്ട് സമയമുണ്ട്. പക്ഷേ അതുകൂടാതെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ മെയിൻസ് എന്ന് വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. മെയിൻസ് എന്ന് വരുമെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയും ഇല്ല. മെയിൻസിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയത്തുമില്ല, അല്ലേ? മെയിൻസ് എന്ന് വരുമെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഇത് പ്രിലിംസ് ഇപ്പോൾ ഓഗസ്റ്റിൽ നടന്ന് അടുത്ത സെപ്റ്റംബറിൽ നടന്നു കഴിഞ്ഞാൽ മെയിൻസ് വരാനായിട്ട് എന്തായാലും റിസൾട്ട് വരണ്ടേ? ഇതിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരാനായിട്ട് എന്തായാലും ഡിസംബർ ആകും. അത് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി റിസൾട്ട് കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയിരിക്കാം മെയിൻസ് വരുന്നത്. മെയിൻസ് വന്ന് പിന്നെ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും ഒരു ജൂലൈ ഓഗസ്റ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളിപ്പോൾ 2 ഘട്ടമായിട്ട് നടത്തുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത് മാത്രമല്ല ഫസ്റ്റ് ഫേസിൽ രണ്ടാം ഘട്ടത്തിൽ എന്താ വന്നതെന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് PSC അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും പഠിത്തം തുടരുക. നമ്മളിത് കേട്ടിട്ട് നമ്മൾ ടെൻഷൻ ആവാതെ ഇരിക്കുക. പിന്നെ കുറച്ച് സമയം കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലേ, നന്നായിട്ട് നമുക്ക് പഠിക്കാനായിട്ടും കുറച്ചുകൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ മെയിൻസ് എന്ന് വരും. അതേപോലെ തന്നെ റിസൾട്ട് വന്നു. പക്ഷേ ഫസ്റ്റ് ഫേസിന് ഇപ്പോൾ ശരിക്കും അവർക്കായിരിക്കും ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിക്കുക. കാര്യം അവർക്ക് പെട്ടെന്ന് എക്സാം നടന്നു, അവർക്ക് റിസൾട്ടും പിന്നെ അവർക്കൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ടും ഒന്നും പറ്റിയില്ല. പക്ഷേ ഇനിയുള്ള ഘട്ടത്തിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ പഠിക്കാൻ പിന്നെ റിവിഷൻ ചെയ്യാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ. എന്തായാലും PSCയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വഴിയെ നമുക്കറിയാം. അതേപോലെ തന്നെ പിന്നെ ആരും മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഇനിയും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, നമുക്ക് അവസരങ്ങൾ ഇനിയും VFAയും LDCയും LGSും ഒക്കെ വരും, മറ്റേ വേരിയസ് LGSും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്